ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ രേണുസുതി ഭയങ്കര വിഷമത്തിലാണ്, അതിപ്പോൾ പേടിയിലുമാണ് കേട്ടോ. വധഭീഷണിയാണ് വന്നിരിക്കുന്നത്. കൈയും കാലും തല്ലി ഒടിച്ച് വീട്ടിലിരുത്തും. ഇനി മേലാൽ ഇമാതിരിയുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് റീൽസ് ചെയ്യരുത്, നിന്റെ മാറിടം കാണിക്കരുത്, തൊട കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കോള് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് പറ്റിയില്ലേ, പൊതുശല്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉടനെ കേസ് കൊടുക്കണം, പരാതി കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും നിന്ന് ഭീഷണിപ്പെടുത്തില്ല. അതൊന്നും നല്ല മനുഷ്യന്മാർക്ക് ചേർന്ന കാര്യമേ അല്ല. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ നിയമപരമായി പോവുക. അല്ലാതെ ഫോണിൽ വിളിച്ച് ഒരു സ്ത്രീയെ വെറുതെ കിടന്ന് ചീത്ത പറയുക, അല്ലെങ്കിൽ വധഭീഷണി മുഴക്കുക, ഇതൊന്നും നല്ല കാര്യമല്ല. പക്ഷെ രേണുസുതി സുധിച്ചേട്ടന്റെ പേര് വിട്ട് കളിക്കുന്ന ഒരു പ്രശ്നമല്ല കേട്ടോ. ഇൻഷുറൻസ് തുക കിട്ടുന്ന വരെ മാത്രമേ അതുള്ളൂ. നമുക്ക് തുടർന്ന് എല്ലാ കാര്യവും പറയാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്നല്ല ഒരു സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനും കൂടി അമർത്തണം കേട്ടോ. അപ്പോൾ രേണുസുതി പറയുന്നത് ഞാൻ അടുത്ത കല്യാണം കഴിക്കുന്നവർ സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും. സുധിച്ചേട്ടൻ എൻ്റെ ഹസ്ബൻഡായിരുന്നു. എൻ്റെ മക്കളും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും അതുപോലെ എൻ്റെ സുധിച്ചേട്ടൻ്റെ അമ്മയും ഒക്കെ ഈ പേര് പറയാൻ അവകാശമുണ്ട്. വേറെ ആർക്കാനുള്ള അവകാശം എന്ന് ചോദിക്കുന്നത് ശരിയാണ്. നിങ്ങളുടെ ഹസ്ബൻഡാണ്, നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് ആർക്കും വേണ്ട ആ പേര് കേട്ടോ. നിങ്ങൾ തന്നെ എടുത്തോളൂ. പക്ഷേ സ്വന്തം ഹസ്ബൻഡ് മരിച്ച ആ ഡേറ്റ് ഓർമ്മയില്ലാത്ത ഇത്രയും പതിവ്രതയായ ഒരു സ്ത്രീ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഓർമ്മ ദിവസം ഡാൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ച സ്ത്രീ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് സുധിച്ചേട്ടന്റെ വൈഫ് എന്നുള്ള ലെവലിൽ നിങ്ങൾ ഓടിച്ചാടി നടക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ട് ഇത്ര പതിവൃതയാന്ന് പറയുന്നതിന് കിച്ചുവിനറിയാം. സ്വന്തം അച്ഛനായതുകൊണ്ട് കിച്ചുവിനറിയാം ഏത് ഡേറ്റിൽ മരിച്ചു എന്ന്. അതാണ് സ്നേഹം. ഞാൻ ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ. എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയും, എന്നും പറയും. കാരണം എനിക്ക് അവകാശമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. എൻ്റെ മക്കൾ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മക്കൾ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അമ്മ ആ പേര് പറയട്ടെ. ഞങ്ങൾ ആ പേര് പറയുന്നത് ഇവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ ആ പേര് ഇനിയും പറയും. കൊല്ലം സുധിയുടെ ഭാര്യ, സുധിച്ചേട്ടൻ്റെ വൈഫ്. അത് ബ്രാൻഡായിട്ടോ അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടാനോ കൊണ്ടുവരുന്ന സാധനമല്ല. ട്രെയിൻ പോകുന്നു, അതെൻ്റെ ഭർത്താവിൻ്റെ പേരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ആയിക്കോട്ടെ, പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ദുബായിൽ പോകുന്നത് അതുപോലെ തന്നെ ബഹ്റൈനിലൊക്കെ പോയത് പലരുടെയും കൂടെ കിടക്കാനാണ്, പലരുമായിട്ട് കിടക്ക പങ്കിടാനാണ് എന്നൊക്കെ പറയുന്നു. ഇത് വെറുതെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് കൂടുതലും ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യണം, അങ്ങനെ കുറെ കാശ് ഉണ്ടാക്കണം, ഫെയിം ഉണ്ടാക്കണം, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തെളിവ് സഹിതം കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളൊക്കെ വിശ്വസിക്കുള്ളൂ. വെറുതെ ഒരു സ്ത്രീനെ കുറിച്ച് അപവാദം പറയുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. ഇവരെ എങ്ങനെയോ ജീവിക്കട്ടെ, പക്ഷേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് യൂട്യൂബേഴ്സിനെ നാട്ടുകാരും ഒക്കെ തെറി വിളിച്ച് പള്ളും വിളിച്ച് ഇവർ നടക്കുന്നതാണ് എല്ലാവർക്കും ഇവരോടുള്ള ദേഷ്യം. പിന്നെ നുണ, വായെടുത്ത നുണ മാത്രമേ പറയുകയുള്ളൂ. അതാണ് ഇവരോടുള്ള എല്ലാവർക്കും ദേഷ്യം. പക്ഷെ അവരിങ്ങനെ വൃത്തികെട്ട രീതി നടക്കുന്നു എന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായവും ഞാൻ പറയുന്നില്ല. തെളിവ് സഹിതം വരികയാണെങ്കിൽ മാത്രമേ അത് നമുക്കറിയുള്ളൂ. അതിനെക്കുറിച്ചുള്ള വോയിസ് നമുക്കൊന്ന് കേൾക്കാം. സുധിച്ചേട്ടന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് രേണു പലരുടെയും കൂടെ പല രീതിയിലും പോകുന്നുണ്ട്. ദുബായിൽ പോകുന്നത് പോലും അതിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദുബായിൽ ഞാൻ പോകുന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ പോട്ടെ, ഈ പറയുന്നവരൊക്കെ ദുബായിലും അമേരിക്കയിലൊക്കെ പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ വരുന്നത്. ഓക്കെ, ശരി. ഇനി ദുബായിൽ ചെന്ന് ഞാൻ പ്രമോഷൻ ചെയ്യുന്നു, ബഹ്റൈൻ ചെന്നിട്ട് പ്രമോഷൻ ചെയ്യുന്നു, ഷാർജയിൽ പോയിട്ട് പ്രമോഷൻ ചെയ്യുന്നു. ഇതെല്ലാം അവിടുത്തെ ആ മാനേജർമാർ വീഡിയോസ് എല്ലാം മീഡിയാസിനും നിങ്ങൾക്കും കിട്ടുന്നില്ലേ വീഡിയോസ്? അവിടെ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പം പിന്നെ അതിനകത്ത് എന്താണ് ഉത്തരം? ഞാൻ എവിടെ പോയാലും അതെല്ലായിടത്തും ഞാൻ എവിടെ പോയാലും ഒന്ന് ഉറങ്ങുന്നോണം വരെ ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. 2 മണി വീട്ടിലെത്തി, ഇന്നോടത്ത് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ എത്തി, സ്റ്റാറ്റസ് എല്ലാം ഞാൻ ഇടുന്ന ആളല്ലേ. ഇത് ഞാൻ ചോദിക്കാൻ കാരണം സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷമാണ് രേണു സുധിക്ക് ഇത്രയും റീച്ച് വന്നതും കാര്യങ്ങളൊന്നും പറഞ്ഞ് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് രേണു വീഡിയോ ചെയ്തിട്ട് രേണു ആ പറഞ്ഞ ആൻസർ ഒന്നും ശരിയല്ല. രേണു അവിടെ നിന്ന് സ്റ്റാറ്റസ് ഇട്ടു, അല്ലെങ്കിൽ അവിടെ ദുബായിൽ നടന്ന പ്രൊമോഷന്റെ പ്രോഗ്രാം ഒക്കെ 2 മണിക്കൂർ നേരത്തെ കാര്യങ്ങളൊക്കെയാണ് അവര് സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ അവര് വീഡിയോ പുറത്താക്കുകയോ ചെയ്യുന്നത്. ബാക്കിയുള്ള ടൈം രേണുവിന്റെ ഒരുപാട് ടൈം അവിടെ ഉണ്ട് അല്ലെ, അതൊന്നും നമ്മൾ ആരും അറിയുന്നില്ല. അപ്പൊ ആ പറഞ്ഞതൊക്കെ കറക്റ്റ് അല്ല. പക്ഷെ ഞാൻ രേണുവിനെ അവിഹിതത്തിന്റെ കാര്യത്തിലൊന്നും ഞാൻ പറയാനില്ല. അപ്പൊ രേണു കുറെ സ്റ്റാറ്റസ് ഇട്ടു, അല്ലെങ്കിൽ ദുബായിൽ വെച്ചിട്ട് അവിടെ ഉദ്ഘാടന പ്രൊമോഷന്റെ കാര്യങ്ങൾ ഇട്ടു എന്ന് പറയുന്നതൊന്നും അതൊരു ന്യായീകരണമേ അല്ല കേട്ടോ.
അപ്പൊ ഇനി നമുക്ക് ഇനി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുണി ശരിക്കും ഇടാതെ രേണു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ രേണു അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത് വെച്ചാൽ, എന്റെ വയറാണ്, എനിക്ക് ഇഷ്ടമാണ് എന്റെ വയറ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്റെ മാറിടം കാണിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ ബെൽറ്റ് ചിലപ്പോൾ മാറ്റി, എന്റെ ബെൽറ്റാണ്, എന്റെ ബെൽറ്റ് മാറ്റി ചിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. പണ്ട് അമ്മാമ്മമാര് ബ്ലൗസും മുണ്ടും കൊടുത്തിരുന്നു, അതുകൊണ്ട് അവർ വയറ് കാണിച്ച് നടന്നിരുന്നില്ലേ, അപ്പൊ ഒന്നും യാതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ വയറ് കാണിച്ച എന്താ ഉള്ളത്, എനിക്കിപ്പോ ഒന്നാമത് എന്റെ ശരീരത്തിൽ എന്താ ഉള്ളത് കാണിക്കാൻ എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, 1859 മാറുമറയ്ക്കൽ സമരം എന്ന് പറഞ്ഞ സമരം നമ്മൾ ഇവിടെ നടത്തിയതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ ജീവിച്ചിരിപ്പില്ല, ആരുമില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാറ് കാണിച്ചുകൊണ്ടാണ് എല്ലാവരും നടന്നിരുന്നത്. അവർക്ക് മാറ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ചുറ്റാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടൊരു സമരമാണ് അവർ നടത്തിയിരുന്നത്. അങ്ങനെയാണ് 1859 അതിനുള്ള അംഗീകാരം അവർക്ക് കിട്ടിയത്, മാറ് മറയ്ക്കാം എന്നും പറഞ്ഞുകൊണ്ട്. അതുവരെ മാറ് മറയ്ക്കാതെ നടന്നിരുന്നേ. അതും പറഞ്ഞുകൊണ്ട് രേണുസുതി ഇപ്പൊ അങ്ങനെ നടക്കൂ? അപ്പൊ പണ്ടുള്ള ആൾക്കാരുടെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇപ്പൊ കമ്പാരിസൺ നടത്തേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ നിങ്ങൾ കാണിച്ചോളൂ, പക്ഷെ ഞാൻ പതിവൃതിയാണ്, ഞാൻ അങ്ങനത്തെ പെണ്ണല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഞങ്ങളുടെ മുന്നേ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഉടുത്തൊരുങ്ങി വന്ന് അത് നിങ്ങൾ പുറത്തേക്ക് എടുത്ത് കാണിക്കുക, ആ പരിപാടി, അതിനാണ് എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സാധനങ്ങൾ നമ്മൾ ഇടുന്നുണ്ടല്ലോ, ഞാന് അത് അടിയില് പുറത്തേക്ക് കണ്ടാലും ഞാൻ ഇടുന്നുണ്ടല്ലോ, ഇപ്പൊ ബ്രേസർ ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബ്രേസർ കാണിച്ചു നടന്നോ. നല്ല വിലയുടെ ബ്രേസർ ആണെങ്കിൽ അതും കൊണ്ട് കാണിച്ച് നടക്ക്. എന്റെ നല്ല ബ്രേസർ 2000 രൂപ 5000 രൂപയുടെ ബ്രേസറാണ്, അത് ഞാൻ അടിയിൽ ഇടുന്നുണ്ടല്ലോ, ബ്രേസർ ഇടുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചോളൂ. ആ വോയിസ് നിങ്ങൾ കേട്ടോളൂ കേട്ടോ. തിരിഞ്ഞു നോക്കിയിട്ടില്ല. സുചേട്ടൻ്റെ മരണത്തിന് ശേഷം വൈറലാകുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇനാഗ്രേഷനും മറ്റു സംഭവങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് അറ്റവും മൂലയില്ലാത്ത തുണി ഇട്ടുകൊണ്ട് വരുന്നത്. ഇന്ന് വരെ ഞാൻ അറ്റവും നൂലും ഇല്ലാത്ത തുണി ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? ഈ പറയുന്നവൻ കാണിച്ചു തരട്ടേന്നേ, അറ്റവും നൂലും ഇല്ലാത്ത തുണി. ഇന്ന് നൂലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്ന് പാവാടവള്ളി എന്തോ ഡാൻസ് കളിച്ചപ്പോൾ കണ്ടെന്ന് തോന്നുന്നു. അതിന് വലിയ ഇനി വിവാദമാകും കേട്ടോ, പാവാടവള്ളി കണ്ടെന്ന്. എനിക്കൊന്നും വിഷയമല്ല, പാവാട ഇടുന്നവർ പാവാടവള്ളി കാണും, എന്നിട്ടാലും അത് വള്ളി കണ്ടാൽ എന്താണെന്ന് വിഷയം? ഇടുന്നതുകൊണ്ടല്ലേ കാണുന്നത്, ഇടാതിരിക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ എന്താ പറയുക, ഞാൻ ഇടുന്ന എല്ലാം എൻ്റെ ശരീരത്തിനനുസരിച്ചുള്ള, നിങ്ങൾക്കൊക്കെ നേരിട്ട് എന്നെ കാണുന്നവർക്കറിയാം, ഞാൻ ഈ ക്യാമറയിലോ മൊബൈലോ ടി വിയിലോ കാണുന്ന ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആണോ? ആളല്ല. അപ്പോൾ എനിക്ക് ചേരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇടാറുള്ളത്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി ഉടുത്തിട്ട് പർദ്ദ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. സാരി ഉടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ അത് നടക്കുന്ന കാര്യമില്ല. എൻ്റെ കംഫർട്ടബിളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുണ്ടും ബ്ലൗസും ആണ് ഇടുന്നത്, അവരുടെ വയറ് കാണത്തില്ലേ? അവർക്ക് സാരി ഉണ്ടായിരുന്നോ? സാരി ഉടുക്കുന്നവരെന്നെ വയറ് മൂടിയിട്ട് മറ്റേ ഇവിടം വരെ തോർത്ത് പട്ടി പൊതിഞ്ഞുകൊണ്ടാണോ നടക്കുന്നത് എല്ലാവരും? എൻ്റെ വയറ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ വയറ് കംഫർട്ടബിളാണ് കാണിക്കുക. എനിക്കിഷ്ടമാണ് എൻ്റെ വയറ്, അത് കാണട്ടെ. അതിനകത്ത് ഒരു വൃത്തികേടും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെ അതെ, നിങ്ങളുടെ വയറാണ്, നിങ്ങൾ കാണിച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി കുറെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. അവർക്ക് എന്നോട് കുശുമ്പാണ് പോലും. വലിയൊരു ഗ്രൂപ്പ് തന്നെ എനിക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റീല് നിർത്തണം, കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി, എന്റെ കയ്യും കാലം തല്ലി ഓടിക്കും എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ രേണുസുതി കുറച്ച് കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കൂ നിങ്ങൾ എല്ലാവരും. ഇതുപോലെ ചേച്ചിനെ പോലെ തന്നെ മറ്റാൾക്കാർ ഇതുപോലത്തെ ഡ്രസ്സും അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചി ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ പലരും ചേച്ചിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ ഒരു ടീമുണ്ട്. സത്യം കേട്ടോ, അതുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പേടി, ഇനിയും എന്നെ എൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്നൊക്കെ പറഞ്ഞൊരു കോളൊക്കെ വന്നായിരുന്നു എനിക്കൊന്നിനി വധഭീഷണി എൻ്റെ തലയ്ക്ക്. എടി മറ്റവളെ മറിച്ചോളെ, നിൻ്റെ റീൽ ഇത് തന്നെ, ഈ കമൻറ്റ്, നിൻ്റെ റീല് നിർത്തിക്കോണം, മറ്റേ നിർത്തിക്കോണം, നിൻ്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. നീ മുമ്പിൽ വരാൻ പറഞ്ഞു. ഉണ്ട് ടീമുണ്ട്. ടീമെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് തന്നെ എനിക്കെതിരായിട്ടുണ്ട്. എനിക്കത് നന്നായിട്ട് അറിയാം, വ്യക്തമായിട്ടറിയാം. അവർ കിടന്ന് ഗ്രൂപ്പിസം കളിച്ച് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതല്ലാതെ, കുറേ എന്താ പറയുക, കുറേ വ്ളോഗ് ചെയ്യുന്നതല്ലാതെ രേണുസുതി താഴത്തുമില്ല, രേണുസുതി ചാകത്തുമില്ല. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം എന്താ? ഞാൻ വീട്ടിൽ ഇരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അവരൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം. നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ സാധാരണ ഒരുപാട് പേരെ ഞാൻ കാണും, സാധാരണ വീട്ടമ്മമാർ, ഇവരൊക്കെ പറയുന്നു ഒരു ദിവസമെങ്കിലും രേണുവിൻ്റെ പേര് ഞങ്ങളുടെ വീട്ടിൽ പറയും. ഒരു ദിവസമെങ്കിലും. ഒരു സെലിബ്രിറ്റി എന്നോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും, മിക്ക ദിവസവും രേണുവിൻ്റെ പേര് ഞങ്ങൾ ചർച്ച ചെയ്യാത്ത ദിവസങ്ങളില്ല. എന്തിന്? ഒരു ഫോൺ തുറന്നാൽ രേണുസുതി ഉണ്ട് അതിനകത്ത്. ആണോ അല്ലയോ? നിങ്ങളൊക്കെ കാണുന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ അങ്ങനെ വരുന്നത്?
അതെ, അതെ. മലയാളികളുടെ എല്ലാ വീട്ടിലും രേണുസുതി എന്ന പേര് മാത്രമേ ഉച്ചരിക്കുന്നുള്ളൂ. പിന്നെ ഒരു സെലിബ്രിറ്റി വരെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടില് ഒരു ദിവസം പോലും രേണുസുധിനെ പറയാത്തൊരു ദിവസമില്ലെന്ന്. വേണമെങ്കിൽ ലാലേട്ടനായിരിക്കാം ചിലപ്പോ ട്ടോ. കാരണം അത്രയും വലിയ സെലിബ്രിറ്റിയാണല്ലോ രേണു. അപ്പൊ ലാലേട്ടൻ വരെ ലാലേട്ടന്റെ വീട്ടില് ഇത് പറയുമെന്നാണ് രേണു ഉദ്ദേശിക്കുന്നത്. കാരണം ബിഗ് ബോസിലൊക്കെ പോയി വന്ന ആളല്ലേ. അതുകൊണ്ടായിരിക്കാം.